ഹായ്, ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനാണ് വന്നത്. ബ്രസീൽ നിങ്ങൾ ചെറിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രത്യേകിച്ച് അൺസ്കിൽഡ്, അതുപോലെ ഡിഗ്രി ഇല്ലാത്തവർ, ചെറിയ ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർ, ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ ക്ലീനിങ് ജോബ്സ്, ഡ്രൈവേഴ്സ് എന്ന് ചെറിയ ജോലികൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്കിത് ഒരു ഐഡിയ കിട്ടുള്ളൂ. എൻ്റെ പേര് ബിനു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ പാർട്ട് 1 കാണുക. വാർത്ത എന്തെന്ന് പറഞ്ഞാൽ, ടൂറിസം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഇന്ത്യൻസിന് ഫ്രീ വിസ പ്രസിഡന്റ് അനൗൺസ് ചെയ്തിരുന്നു. അത് റീസെൻ്റായിട്ടാണ്. അത് കൊറോണ പാൻഡമിക് വരുന്നതിന് തൊട്ട് മുൻപാണ്. അതുകൊണ്ട് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫ്രീ വിസ നമുക്ക് ഇതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തത് പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഈ ഫ്രീ വിസ അല്ലെങ്കിൽ ഓണറേബിൾ വിസ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വിസ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാജ്യത്ത് എൻ്റർ ആകാനും അല്ലെങ്കിൽ എക്സിറ്റ് ആകാനും നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് ട്രാവൽ ഡോക്യുമെൻറ്റ് മാത്രം മതിയാകും. ഓൺ അറൈവൽ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വിസ ആവശ്യമില്ല, പക്ഷേ ആ രാജ്യത്ത് എത്തിച്ചേർന്നാൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് വിസ അപ്പോൾ തന്നെ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. കറൻ്റ്ലി ഒരു 6400 റുപ്പീസാണ് ഈ വിസയ്ക്ക് കോസ്റ്റ് വരുന്നത്. ഈ ചാർജാണ് മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാതാകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അറൗണ്ട് ഒരു 50,000 to 60,000 ആണ് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രൊഫഷൻസ് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സോ നിങ്ങൾ വിസിറ്റിൽ പോയി ജോലി അന്വേഷിക്കുന്നവർ ബ്രസീൽ ഒരു പരിധിവരെ പരിഗണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അൺസ്കിൽഡ് ജോബ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവർ, അല്ലെങ്കിൽ ചെറിയ ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നവർ, ഹൗസ് മെയ്ഡ്, ക്ലീനിങ് ഓർ ഡ്രൈവേഴ്സ്, അങ്ങനെ കുഞ്ഞു ജോലി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവർക്കൊക്കെ അധികം ബുദ്ധിമുട്ടില്ലാതെ ജോലി നേടാൻ സാധിക്കും. ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ആണ് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ കൊടുത്ത് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഇത് ദയവായിട്ട് ഒഴിവാക്കുക. വളരെ തുച്ഛമായ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി വരാം. നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ജോബിൽ ധാരാളം ഒഴിവുകളുണ്ട്. നിങ്ങളുടെ പ്രൊഫഷനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വിസിറ്റിൽ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് കൺട്രി എക്സിറ്റായി വർക്ക് വിസയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എല്ലാവരും അറിയേണ്ട ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് എങ്ങനെ ഒരു ജോലി കണ്ടെത്തും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചാണ് ജോലി കണ്ടെത്തേണ്ടത്. ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾ കണ്ടെത്തുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെയല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രൈവർ ജോലി കണ്ടെത്തേണ്ടത്, അതുപോലെ ആയിരിക്കില്ല അക്കൗണ്ടൻറ്റ്. അങ്ങനെ ഓരോ ജോലി അനുസരിച്ചാണ് ജോലി കണ്ടെത്തുന്ന രീതികൾ മാറുന്നത്. താരതമ്യേന ചെറിയ ക്ലീനിങ് ജോബ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ജോബ്, അല്ലെങ്കിൽ ഹോട്ടൽ ജോബൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഒരു ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ 8,570 റിയാലാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ സാലറി ഒരു 2,170 ആണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സാലറി 1,30,521. പിന്നെ ലോ സാലറി നമുക്ക് കാണിച്ചിരിക്കുന്നത് 33,000 രൂപയുമാണ്. ഞാൻ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. താരതമ്യേന സാലറി കുറവാണ്. ഞാൻ പറയുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചാണ്, യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച്. എന്നാൽ ഈ ഏറ്റവും കുറവാണ് എന്നെങ്കിൽ തന്നെയും നിങ്ങളുടെ എക്സ്പെൻസസും അതുപോലെ നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങൾ എത്ര ജോലി ചെയ്താലും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ പറഞ്ഞ മിനിമം സാലറിയേക്കാൾ കൂടുതൽ ആവറേജ് സാലറി ഉള്ള ലെവൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ ഏജൻസിയിൽ അടച്ചു പോകുന്നവർ ഒന്നുകൂടി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. കാര്യം നിങ്ങളുടെ ഈ ബാധ്യത തീർക്കാൻ തന്നെ നിങ്ങൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കും. ഇനി ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടിയാൽ ഏത് രാജ്യത്തേക്ക് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ രാജ്യം ഇങ്ങനെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി താരതമ്യേന എക്സ്പെൻസസ് ഞാൻ പറഞ്ഞു നേരത്തെ കുറവാണെന്ന്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ലാംഗ്വേജ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ, അധികം ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രാജ്യം തിരഞ്ഞെടുക്കാവുന്നത് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ രാജ്യം ഇങ്ങനെയുള്ള ജോലിക്ക് വളരെ അനുയോജ്യമായ ഒന്നാണ്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തുടക്കക്കാർക്കും ഒരു ഡീസൻറ്റ് സാലറിയിൽ ഇവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ജോലി കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് വർക്ക് വിസ ലഭിക്കുകയുള്ളൂ. സോ
അടുത്ത പാർട്ടിൽ വിസിറ്റിൽ പോയി എങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ പ്രൊഫഷൻ കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് അതും കൂടി ബേസ് ചെയ്തിട്ട് ജോലി എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. സോ വിസിറ്റ് വിസയും ഈ എൻട്രി വിസയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇനി വിസ പ്രോസസ്സിങ് നമ്മളെല്ലാവരും എല്ലാ ഇതിലും പറയുന്നത് പോലെ ഈ വർക്ക് വിസ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ, സ്റ്റുഡൻസ് വിസയും ബിസിനസ് വിസയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏത് രാജ്യത്തിന് നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം റിക്വയർമെൻറ്റ്സ് തന്നെയാണ്. ചില രാജ്യങ്ങൾ IELTS ആവശ്യപ്പെടുന്നത് വെച്ച് നോക്കിയാൽ വിസയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ആ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിന് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഷെങ്കൻ വിസയിൽ 26 രാജ്യങ്ങൾക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഓൺ അറൈവൽ വിസയുള്ള രാജ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ബ്രസീൽ ഉൾപ്പെടുത്താൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ വിസ ഫ്രീ ആണ്. വിസയ്ക്ക് നമ്മൾ പേ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ആർക്കും ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ ജോലിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.